അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരെങ്കിലും ഒരാളെ മറ്റൊരാളുടെ മുഖത്ത് അടിക്കുകയോ അതല്ലെങ്കിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ മുൻഭാഗം വലിച്ചു കീറുകയോ, ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നു, നേരെ നമ്മളങ്ങനെ ചെന്ന് കോളറിന് പിടിച്ച് വലിച്ചു കീറുന്നു, അതൊന്നും ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിവരമില്ലായ്മയുടെ കാലഘട്ടത്തിൽ ഉള്ള വിളികൾ പോലെയുള്ള വിളികൾ ചെയ്യുകയോ ചെയ്താൽ അവർ എന്നിൽപ്പെട്ടവനല്ല. അപ്പോൾ മുഖത്തടിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതായത് അത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. കർണക്കുറ്റിക്ക് അടിക്കാൻ പാടില്ല. വേറെ എവിടെ വേണമെങ്കിലും അടിക്കാം. നെഞ്ചത്തുനിന്ന് അല്ലെങ്കിൽ മുമ്പിൽ നിന്ന് ഉടുപ്പ് വലിച്ചു കീറാൻ പാടില്ല. അതുപോലെ ഗോത്രം അല്ലെങ്കിൽ കുടുംബം ഇതൊക്കെ തിരിഞ്ഞ് നിന്ന് ഓരോ പ്രവൃത്തികൾ ചെയ്യാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ പാടില്ല. ഇതെല്ലാം ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടുള്ള ഉത്തരവാണ്. അൻ അബ്ദുല്ലാഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസ മിന്നാ മൻ ദറബൽ ഖുദൂദ വശഖൽ ജുയൂബ വദാ ബി ദഅവൽ ജാഹിലിയ. ഖുസായെ പറ്റിയിട്ടുള്ള കഥകൾ. ഖിസ്സത്തി ഖുസാഅത. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അംർ ഇബ്നു ലുഹയ്യ് ഇബ്നു ഖമാ ഇബ്നു ഖിന്ദിഫ്, അദ്ദേഹം ഖുസായുടെ പിതാവ് ആയിരുന്നു, അല്ലെങ്കിൽ ഖുസാ ഗോത്രത്തിൻ്റെ സ്ഥാപകൻ, നമ്മുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയുന്ന പോലത്തെ അവരിലെ വലിയ ആൾ അല്ലെങ്കിൽ വാപ്പ. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال عمرو بن لحي ابن قماة ابن خندف أبو خزاعة. സയ്യിദ് ഇബ്നു അൽ മുസയ്യബ് വിശദീകരിക്കുന്നു, അൽ ബഹീറ ഒരു പെണ്ണ് ഒട്ടകമായിരുന്നു. അതിൻ്റെ പാല് വിഗ്രഹങ്ങൾക്കും മറ്റ് ആരാധനാമൂർത്തികൾക്കും വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്നതായിരുന്നു. അത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ചിലപ്പോൾ അവിടുത്തെ വലിയ കൂടിയ ഒട്ടകമായിരിക്കും ബഹീറ എന്ന് പറയുന്നത്. എല്ലാം തികഞ്ഞ ഒട്ടകം, അതിൻ്റെ പാല് അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നു. അതാണ് പൂജയ്ക്ക് എടുക്കേണ്ടത് അവിടുത്തെ. അതുകൊണ്ട് മറ്റാരെയും അതിനെ കറക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അതുപോലെ അസൈബ എന്ന് പറയുന്ന ഒരു പെണ്ണൊട്ടകം ഉണ്ടായിരുന്നു. അതിനെ അക്രമകാരികൾ അല്ലെങ്കിൽ അന്നത്തെ വിഗ്രഹാരാധകർ അതല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിലുള്ള അവിശ്വാസികൾ അവർ അതിനെ തുറന്ന് വിടാറുണ്ടായിരുന്നു ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ദൈവങ്ങൾക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് സാധനം കൊണ്ടുപോകാനോ എന്നുള്ള രീതിയിൽ നേർച്ച നേർന്ന് നമ്മൾ വിടുന്ന പല പരിപാടികളൊക്കെയാണ് പല രീതിയിലുള്ളത്. അപ്പോൾ ഇതൊക്കെയായി ബന്ധം വരുന്നുണ്ടോ എന്ന് ആലോചിക്കുക. അങ്ങനെ ചെയ്യുന്ന ആ ഒട്ടകത്തിനെ മറ്റൊന്നും ചുമക്കാനോ പണിയെടുപ്പിക്കാനോ ഒന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. അപ്പോൾ അത് ദൈവങ്ങൾക്ക് വേണ്ടി വിട്ടേക്കണേയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഞാൻ കണ്ടു ആമിർ ബിൻ ലുഹയ് അൽ ഖുസാഇ, അയാളുടെ കുടലുകൾ വലിച്ചുകൊണ്ട് നടക്കുന്നത്, നരകത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആളിങ്ങനെ നടക്കുന്നു, വയറൊക്കെ കീറിയിട്ട് കുടലൊക്കെ പുറയിൽ ഇങ്ങനെ നടന്ന് വലിയാണ്, നമ്മുടെയൊക്കെ ഡ്രസ്സ് വലിയുന്നത് പോലെ. കാരണം അയാളാണ് ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു പുതിയ അനാചാരം അല്ലെങ്കിൽ ഒരു മത ചിട്ട ഉണ്ടാക്കിയത്. അസ്സവായിബ് എന്ന് പറയുന്ന ഒരു ആചാരം. ആ ആരാധനാ പ്രകാരം പെണ്ണൊട്ടകങ്ങളെ സ്വതന്ത്രമാക്കി വിടുമായിരുന്നു തെറ്റായ ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ മൂർത്തികൾക്ക് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് വേണ്ടി. അതായത് ഇപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും കറുത്തു കൊടുക്കാൻ നേർന്ന് വിടുകയോ എന്നിട്ട് അതിനെ നമ്മൾ തീറ്റ കൊടുക്കുക, കുളിപ്പിക്കുക, വെള്ളം കൊടുക്കുക, അതല്ല പണിക്കൊന്നും ഉപയോഗിക്കില്ല, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തെറ്റാണ്, ശൈഖന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ നേർന്നു വിടുന്നതൊക്കെ. സമയത്തു സയ്യിദ ഇബ്നുൽ മുസയ്യിബ ഖാലൽ ബഖീറത്തു അല്ലത്തി യുംനഉ ദർറുഹ للطوعية ولا يحلبها أحد من الناس والسائبة التي كانوا يسيبونها لالتهم فلا يحمل عليها شيء. وقال أبو هريرة قال النبي صلى الله عليه وسلم رأيت عمرو بن عامر بن لحي الخزاعي يجر قصبة في النار وكان أول من سيب السوائب. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ അനാചാരങ്ങളൊക്കെ തുടങ്ങി വെച്ചാൽ അത് പിന്തുടർന്നു വരുന്നവരൊക്കെ അത് ലോകാവസാനം വരെയൊക്കെ നടക്കാം. കാരണം അനാചാരങ്ങളൊന്നും നിൽക്കാൻ പോകുന്നില്ല, നല്ല ആചാരങ്ങൾ മാത്രമേ നിന്നു പോവുള്ളൂ. അപ്പോൾ അതുവരെ ഉള്ള ആളുകൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ശിക്ഷ ഒരു വീതം കിട്ടും. നല്ല പണി, മുട്ടൻ പണി കിട്ടും.
അബൂദർ അൽ ഗിഫാരിയുടെ ഇസ്ലാം സ്വീകരണം അല്ലെങ്കിൽ മതം മാറ്റം. ഖിസ്സത്തു ഇസ്ലാമി അബീദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാർത്ത അല്ലെങ്കിൽ ഒരു പ്രവാചകൻ പുതുതായി ഉണ്ടായി എന്നുള്ള വാർത്ത അബൂദറിന് എത്തിക്കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനോട് പറഞ്ഞു, നീ ഈ താഴ്വരയിലേക്ക് പോവുക, എന്നിട്ട് അവിടുത്തെ ഈ മനുഷ്യനെ പറ്റിയിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത് വർത്തമാനം കൊണ്ടുവന്ന് തരിക. അതായത് നീ പോയി കാര്യം അന്വേഷിച്ചിട്ട് വരിക. ഇങ്ങനെ ഒരാളവിടെ നബിയാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മനുഷ്യനൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതകാലത്തിൽ മടുത്ത് നന്മയൊക്കെ വരണം എന്നും ഒരു പ്രവാചകൻ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ കേട്ടപ്പോൾ തന്നെ അന്വേഷിച്ച് വരാൻ വേണ്ടി അനിയനെ വിടുവാണ്. അയാളോട് പറയുന്നു, നീ പോയി ഇത് അന്വേഷിച്ചിട്ട് വരൂ. അയാൾ പ്രവാചകൻ ആണ് എന്ന് പറയുന്നു. ആകാശങ്ങളിൽ നിന്നും അറിവുകൾ അയാൾക്ക് വന്നു കിട്ടുന്നുണ്ട് എന്നും കേൾക്കുന്നു. അദ്ദേഹം പറയുന്നത്, നീ കേൾക്കുക, എന്നിട്ട് എന്നിലേക്ക് വരിക, അത് തിരിച്ചു വന്ന് എനിക്ക് പറഞ്ഞു തരിക. അങ്ങനെ അയാളുടെ സഹോദരൻ പോയി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേട്ടു. എന്നിട്ട് തിരിച്ച് അബൂദറിൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹം ആളുകളോട് ഗുണഗണങ്ങൾ പിന്തുടരായാലും നന്മകൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയും അതിൻ്റെ ഗുണഗണങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കവിത പോലെ അല്ല. അബൂദർ പറഞ്ഞു, നീ എനിക്ക് തൃപ്തികരമായ ഒരു മറുപടി അല്ല കൊണ്ടു തന്നത്. അതായത് നീ എന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ലല്ലോ, നീ പോയതുകൊണ്ട് എന്നെ വെച്ചുണ്ടായി എന്നുള്ള രീതിയിൽ. അങ്ങനെ അദ്ദേഹം സ്വയം അദ്ദേഹത്തിന് ആവശ്യമുള്ള വെള്ളവും ആഹാരവും ഒക്കെ എടുത്തുകൊണ്ട്, തൊലി സഞ്ചിയിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം യാത്ര തിരിച്ചു. അങ്ങനെ അദ്ദേഹം മക്കയിൽ എത്തി. അദ്ദേഹം പള്ളിയിലേക്ക് പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട്. പക്ഷെ ആളെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ കണ്ടാലും തിരിച്ചറിയാൻ മാർഗം ഇല്ല. പിന്നെ ആളുകളോട് ചോദിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതായത് ഇന്ന ആൾ എവിടെയാണ് എന്ന് ചോദിക്കാൻ ഒരു മടി. ചിലപ്പോൾ അവിടുത്തെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അവിടെ ഉള്ളവരാരും അംഗീകരിച്ചിട്ടില്ല എന്നും പുറത്തുനിന്ന് വരുന്നവരെയൊക്കെ തടയും എന്നൊക്കെയുള്ള കഥകൾ കണ്ടിട്ടുണ്ടാവും. ഏതായാലും അദ്ദേഹത്തിന് ഈ ആളെവിടെയാണ്, ആരാണ് എന്നൊക്കെ ചോദിക്കാനും മടി ആയിരുന്നു. അങ്ങനെ രാവിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാത്ത് കെട്ടി നിൽക്കുകയാണ്. അലി അദ്ദേഹത്തിനെ കണ്ടു. അപ്പോൾ മനസ്സിലായി ഈ നാട്ടുകാരനല്ല, അന്യദേശക്കാരനാണ് എന്ന്. അബൂദർ അദ്ദേഹത്തിനെ പിന്തുടർന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. പക്ഷെ രണ്ടാളും അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല രാവിലെ വരെ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വെള്ളത്തിൻ്റെ തൊലി സഞ്ചിയും ഒക്കെ എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോയി ആണ് ഉദ്ദേശിക്കുന്നത്. ആ ദിവസം മുഴുവൻ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കഴിച്ചുകൂട്ടി രാത്രി വരെ. അതിഥി മര്യാദ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ്. ഒരു അതിഥിക്ക് 3 ദിവസത്തേക്ക് താമസം, സൗകര്യം, ആഹാരം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് നമ്മളുടെ പേരിൽ. അലി വീണ്ടും ആളുമായി ഇങ്ങനെ കണ്ടുമുട്ടി. അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവർ തമ്മിൽ കണ്ടു. ഈ ആൾ, അതായത് അബൂദർ, താമസസ്ഥലം ഇതുവരെ കണ്ടുപിടിച്ചില്ലേ. അങ്ങനെ അദ്ദേഹം, അതായത് താമസത്തിന് സൗകര്യമൊന്നും ആയില്ലല്ലോ എന്നുള്ള രീതിയിൽ അലി അന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ രണ്ടാളും എന്താണ് വന്നതെന്നോ അലി എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നോ അലി ഈ ആളാരാണ് എന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല. 3-ാമത്തെ ദിവസം അലിക്ക് ഇതേ അനുഭവം ഉണ്ടായി. അങ്ങനെ അബൂദർ അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. അലി എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നോട് പറയില്ലേ എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നതെന്ന്? അലി, എന്താണ് നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞു, എന്നെ ശരിയായ രീതിയിൽ വഴി കാണിക്കും എന്ന് ഉറപ്പ് തന്നാൽ ഞാൻ നിനക്ക് അത് പറഞ്ഞു തരാം. അപ്പോൾ ആൾക്കാർ പറയാൻ മടിയാണ്, പേടി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ. ഏതായാലും ആൾ സത്യം ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അലി അത് ചെയ്തു. അപ്പോൾ അബൂദർ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്തിനാണ് അദ്ദേഹം ഇവിടെ വന്നത് എന്ന്, ഉദ്ദേശം എന്താണ് എന്ന്. അലി പറഞ്ഞു, അത് സത്യം തന്നെയാണ്. അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. അങ്ങനെ രാവിലെ ആകുമ്പോൾ നീ എന്നെ പിന്തുടരുക. ഞാൻ പോകുന്ന വഴിയിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവഹാനി ഉണ്ടായേക്കാവുന്ന അപകടം, പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഇസ്ലാമിൽ സ്വീകരിക്കാൻ വേണ്ടി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രശ്നമുണ്ട്. അങ്ങനെ വന്നാൽ ഞാൻ നിനക്ക് എന്തെങ്കിലും ഒരു സൂചന തരാം. സൂചന എന്ന് പറയുന്നത് വെള്ളം പാസ് ചെയ്യുക എന്നുള്ള രീതി. അത് മൂത്രമൊഴിക്കുക എന്നാണോ അത് വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അപ്പോൾ അതുപോലെ എന്തോ ഒരു ആംഗ്യം കാണിക്കും. അതല്ലാതെ ഞാൻ തുടർച്ചയായി നടന്നു പോവുകയാണെങ്കിൽ നീ എന്നെ പിന്തുടർന്നുകൊള്ളുക. അപ്പോൾ ഞാൻ നടന്നു പോകുന്നില്ല, ഇരിക്കുകയോ നിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മാറിക്കൊള്ളണം. അങ്ങനെ ഞാൻ എവിടെയെങ്കിലും ചെന്ന് കയറും, അവിടെ വരെ. അബൂദർ അത് അംഗീകരിച്ചു. എന്നിട്ട് പിന്തുടർന്നു. അലി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അബൂദറും അദ്ദേഹത്തോടൊപ്പം അകത്ത് കയറി. എന്നിട്ട് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം കേട്ടു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതേ സ്ഥലത്ത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ നിൻ്റെ ആളുകളിലേക്ക് പോവുക, അവരോട് ഈ മതത്തിനെ പറ്റി അറിയിച്ചു കൊടുക്കുക, തുടർ ഉത്തരവുകൾ വരുന്നതുവരെ. അപ്പോൾ അവിടെ നിന്ന് അവരെ പഠിപ്പിക്കുക. അബൂദർ പറഞ്ഞു,
എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. അതായത് അള്ളാഹു ആണ് സത്യം എന്നുള്ളത് അറബികളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയൊക്കെ ഒരു സ്ഥിരമായ സത്യം ചെയ്യുന്ന രീതിയായിരുന്നു. ഞാൻ എൻ്റെ മതപരിവർത്തനം എല്ലാവരിലും പരസ്യമായി പറയും, അതായത് അവിശ്വാസികളുടെ ഇടയിലും ഞാനത് പറയും. എന്നിട്ട് അദ്ദേഹം പള്ളി എത്തുന്നവരെ, മക്ക ആവുന്നതുവരെ പോയി. എന്നിട്ട് പറഞ്ഞു പരസ്യമായിട്ട്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ഇല്ല എന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂൽ അല്ലെങ്കിൽ സന്ദേശവാഹകൻ ആണ് എന്നും. അപ്പോൾ ആളുകൾ എഴുന്നേറ്റു അദ്ദേഹത്തിനെ അടിക്കാനും ഇടിക്കാനൊക്കെ തുടങ്ങി, ആള് അവശനായി വീഴുന്നത് വരെ. അൽ അബ്ബാസ് അങ്ങോട്ട് വന്നു. എന്നിട്ട് അദ്ദേഹം ആളുടെ മുകളിലേക്ക് വീണു, അതായത് പൊത്തിപ്പിടിച്ച് മൂടി നിന്ന് കവർ ചെയ്ത് അദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം. നിങ്ങൾക്കറിയില്ലേ ഇയാൾ ഗിഫാറിൽ നിന്നുള്ളതാണ് എന്ന്? നമ്മുടെ കച്ചവട സംഘങ്ങൾ മുഴുവൻ പോകുന്നതും വരുന്നതും, ഷാമിലേക്ക് പോകുന്നതും ഷാമിൽ നിന്ന് വരുന്നതും അയാളുടെ നാട്ടിൽ കൂടിയാണ്, അവർ കൊള്ളക്കാരാണ് എന്നൊക്കെ. ഗിഫാർ എന്നുള്ള പേര് കേട്ടപ്പോഴത്തേക്കും ആളുകളൊക്കെ പേടിച്ചുപോയി. അങ്ങനെ അദ്ദേഹം അയാളെ അവരിൽ നിന്നും രക്ഷിച്ചു. രണ്ടാമത്തെ ദിവസവും അബൂദർ ഇതുപോലെ തന്നെ ചെയ്തു. അൽ അബ്ബാസ് വീണ്ടും അദ്ദേഹത്തിൻ്റെ മുകളിൽ വന്ന് വീണ് കിടന്നുകൊണ്ട് അദ്ദേഹത്തിനെ മുൻ ദിവസം രക്ഷിച്ചതുപോലെ രക്ഷിച്ചു. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ലമ്മ ബലഗ അബാ ദർറ മബഅസുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിഅഖീഹി ഇർകബ് ഇലാ ഹാദൽ വാദി ഫഅലം ലി ഇൽമ ഹാദർ റജുലി അല്ലദി യസുമു അന്നഹു നബിയ്യുൻ യഅതീഹിൽ ഖബറു മിനസ് സമാ واسمع من قوله ثم ائتني فانطلق الأخ حتى قدمه وسمع من قوله ثم رجع إلى أبي ذر فقال له رأيته يأمر بمكارم الأخلاق وكلاما ما هو بالشعر فقال ما شفيتني مما أردت فتزود وحمل شنة له فيها ماء حتى قدم مكة فأتى المسجد فالتمس النبي صلى الله عليه وسلم ولا يعرفه وكره أنا يسأل عنه حتى أذكره بعض الليل فرآه علي فعرف أنه غريب فلما رآه تبعه فلم يسأل واحد منهما صاحبه عن شيء حتى أصبح ثم احتمل قربته وزاده إلى المسجد وظل ذلك اليوم ولا يراه النبي صلى الله عليه وسلم حتى أمسى فعاد إلى ملجئه فمر به علي فقال أما نال للرجل أن يعلم منزله فأقامه فذهب به معه لا يسأل واحد منهما صاحبه عن شيء حتى إذا كان يوم الثالث فعاد علي على مثل ذلك فأقام معه ثم قال ألا تحدثني ما الذي أقدمك؟ قال إن أعطيتني عهدا وميثاقا لا ترشدنني فعلت ففعل فأخبره قال فإنه حق وهو رسول الله صلى الله عليه وسلم فإذا أصبحت فاتبعني فإني إن رأيت شيئا أخاف عليك قمت كأني أريق الماء فإن مضيت فاتبعني حتى تدخل مدخلني ففعل فانطلق يقفوه حتى دخل على النبي صلى الله عليه وسلم ودخل معه فسمع من قوله وأسلم مكانه فقال له النبي صلى الله عليه وسلم ارجع إلى قومك فأخبرهم حتى يأتيك أمري قال والذي نفسي بيدي لأصرخن بها بين ظهرانيهم فخرج حتى أتى المسجد فنادى فأعلى صوته أشهد أن لا إله إلا الله وأن محمد رسول الله ثم قام القوم فضربوه حتى أضجروه وأتى العباس فأكب عليه قال ويلكم ألستم تعلمون أنه من غفار وأن طريق تجاركم إلى الشام فانقذوا منهم ثم عدا من الغد لمثلها فضربوه وثاروا إليه فأكب العباس عليه. സംസമിൻ്റെ കഥ ഇത് 3369-ലും 3370-ലും പരാമർശിച്ചിട്ടുണ്ട്. ഖിസ്സത്തി സംസം. അബൂ ജംറ വിശദീകരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അബൂദറിൻ്റെ ഇസ്ലാമിക സ്വീകരണം അല്ലെങ്കിൽ മതപരിവർത്തനത്തിൻ്റെ കഥ പറഞ്ഞു തരട്ടെയോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉവ്വ. അദ്ദേഹം പറഞ്ഞു, അബൂദർ പറഞ്ഞതായിട്ട്, ഞാൻ ഗിഫാർ ഗോത്രത്തിൽ നിന്നുള്ള ഒരു ആളായിരുന്നു. ഞാൻ കേട്ടു ഒരു മനുഷ്യൻ മക്കയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട്, ആള് പ്രവാചകനാണ് എന്ന്
അവകാശപ്പെടുന്നു. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, നീ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോവുക, അയാളോട് സംസാരിക്കുക, എനിക്ക് അയാളുടെ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ കൊണ്ടുവന്ന് തരിക. അങ്ങനെ അയാൾ യാത്ര തിരിച്ചു, അദ്ദേഹത്തിനെ കണ്ടു, തിരിച്ചു വന്നു. ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ കൂടെയുള്ള വാർത്ത? അപ്പോൾ അയാൾ പറഞ്ഞു, അള്ളാഹു ആണ്, ഞാനൊരു മനുഷ്യനെ കണ്ടു, അയാൾ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും പൈശാചികത ഒഴിവാക്കാൻ പറയുകയും ചെയ്യുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നീ എനിക്ക് തൃപ്തികരമായ ഒന്നും കൊണ്ടു തന്നില്ലല്ലോ, വളരെ നിസ്സാരമായ അറിവ് മാത്രമാണല്ലോ കൊണ്ടു തന്നത്. അപ്പോൾ ആൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പോയിട്ട് വരുമ്പോൾ ആൾ നബിയാണോ അല്ലോ എന്ന് തീർത്ത് പറയുക, അതിനു വേണ്ടിയിട്ടായിരുന്നു വിട്ടത്. അപ്പോൾ ഇയാൾ വന്നിട്ട് എങ്ങും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞതുപോലെ. അപ്പോൾ ഞാൻ എൻ്റെ വെള്ളത്തൊലി സഞ്ചിയും എടുത്തു, വടിയും എടുത്തു, എന്നിട്ട് മക്കയിലേക്ക് യാത്ര തിരിച്ചു. എനിക്ക് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ആരോടും അദ്ദേഹത്തിനെ പറ്റി ചോദിക്കുകയും ചെയ്തില്ല. അപ്പോൾ നേരിട്ട് കണ്ടാൽ അറിയില്ല, ആരോടും ചോദിക്കുന്നോ ഇല്ല, ഇയാൾ എവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ ചെന്നാൽ കാണാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. ആൾ സ്വയം തപ്പി നടക്കുകയാണ്. ഞാൻ സംസം വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു, പള്ളിയിൽ താമസിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അന്ന് മക്കയുണ്ട്, സംസമുണ്ട്, ആൾക്ക് ആഹാരമൊന്നുമില്ല. അപ്പോൾ ആ വഴിയിലൂടെ അലി നടന്നുപോയി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ അപരിചിതനാണല്ലോ, അപ്പോൾ അത് അറിയില്ലാത്ത ആൾ, ഈ നാട്ടിലുള്ള ആളല്ലല്ലോ എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു, അതെ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ അദ്ദേഹത്തോടൊപ്പം തിരിച്ചു. അദ്ദേഹം എന്നോടൊന്നും ചോദിച്ചില്ല, ഞാൻ അദ്ദേഹത്തോടൊന്നും പറയുകയും ചെയ്തില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും പള്ളിയിലേക്ക് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അന്വേഷിച്ചു, പക്ഷേ ആരും എനിക്ക് ഒന്നും അദ്ദേഹത്തെ പറ്റി പറഞ്ഞു തന്നില്ല. അലി വീണ്ടും എൻ്റെ അടുത്തേക്ക് കൂടെ പോയി. അദ്ദേഹം ചോദിച്ചു, നീ ഇതുവരെ താമസിക്കാനൊരു സ്ഥലം കണ്ടെത്തിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ എൻ്റെ കൂടെ വരൂ. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിൻ്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ കച്ചവടം എന്താണ്, എന്ത് കാര്യത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഈ പട്ടണത്തിലേക്ക് നിന്നെ എന്താണ് കൊണ്ടെത്തിച്ചത്? അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ രഹസ്യം നീ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിന്നോട് പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉവ്വ, ഞാനത് ചെയ്യും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ കേട്ടു ഇവിടെ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന്, അദ്ദേഹം പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നു. ഞാൻ എൻ്റെ സഹോദരനെ അയച്ചു അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ എനിക്ക് തൃപ്തികരമായ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്ന് തന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് കാണണം എന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുകയാണ്. അലി പറഞ്ഞു, നീ നിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, അതുകൊണ്ട് എന്നെ പിന്തുടർന്നു കൊള്ളുക. ഞാൻ എവിടെയാണോ പ്രവേശിക്കുന്നത്, അതായത് ഏത് വീട്ടിലേക്കാണോ കയറുന്നത്, അവിടെ നീയും കയറിക്കൊള്ളുക. ഞാൻ ആരെങ്കിലും കണ്ടാൽ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഉണ്ടാകും, അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കും എന്നുള്ളൊരവസ്ഥ കണ്ടാൽ, ഞാനൊരു മതിലിന് ചേർന്ന് നിന്ന് എൻ്റെ ചെരുപ്പ് നന്നാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വള്ളി കെട്ടുന്നത് പോലെയോ എന്തെങ്കിലും കാണിക്കും. അപ്പോൾ നീ എൻ്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോവുക, അപ്പോൾ എൻ്റെ പുറകെ നടക്കരുത് എന്ന്. അലി അങ്ങനെ യാത്ര തുടർന്നു. ഞാൻ അദ്ദേഹത്തിനെ പിന്തുടർന്നു. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് കയറി, ഞാനും അവിടെ കയറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇസ്ലാം എന്താണെന്ന് കാണിച്ചു തരൂ, അല്ലെങ്കിൽ പറഞ്ഞു തരൂ. അദ്ദേഹം അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അല്ലേ അബൂദർറെ, നിൻ്റെ ഈ മതപരിവർത്തനം രഹസ്യമാക്കി വയ്ക്കുക. നീ നിൻ്റെ നാട്ടിലേക്ക്, പട്ടണത്തിലേക്ക് തിരിച്ചു പോവുക. ഞങ്ങളുടെ വിജയത്തെപ്പറ്റി നീ കേട്ട് കഴിയുമ്പോൾ ഞങ്ങളിലേക്ക് തിരിച്ച് വരിക. അപ്പം ഞാൻ പറഞ്ഞു, അള്ളാഹു ആണ് നിങ്ങളെ സത്യവുമായി അയച്ച അള്ളാഹു ആണ് സത്യം, ഞാനിത് പരസ്യമാക്കും. അതായത് എൻ്റെ ഇസ്ലാം സ്വീകരണം ഞാൻ പരസ്യമാക്കി വയ്ക്കും. അക്രമകാരികൾ അല്ലെങ്കിൽ അവിശ്വാസികളുടെ ഇടയിൽ ഞാനത് പറയും. അബൂദർ അത് പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോയി. അവിടെ കുറേ ആളുകൾ, ഖുറൈശികളിൽ നിന്നുള്ളവർ ഉണ്ടായിരുന്നു. അവരോട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഖുറൈശികളെ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ വേറെ ആരും ഇല്ല എന്ന്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് അവൻ്റെ പ്രവാചകനും അടിമയും ആണ് എന്നും. അത് കേട്ടപ്പോൾ ഖുറൈശിയിലെ ആളുകൾ പറഞ്ഞു, ഈ സബീനെ പിടിക്കൂ, അല്ലെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലൂ, അല്ലെങ്കിൽ അവനെ കൈകാര്യം ചെയ്യൂ എന്നുള്ള രീതിയിൽ. സബി എന്ന് പറഞ്ഞാൽ മുസ്ലിമായ ആളുകളെ അന്ന് ഉപയോഗിച്ചിരുന്നൊരു വാക്കായിരുന്നു. അതായത് വഴിതെറ്റിപ്പോയെന്നോ അല്ലെങ്കിൽ പിഴച്ചവൻ എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത്. അതായത് മുസ്ലിങ്ങൾ, ഞങ്ങൾ മുസ്ലിമായി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയാറുണ്ടായിരുന്നത് അവൻ പിഴച്ചു പോയിന്നോ അല്ലെങ്കിൽ അവൻ വഴിതെറ്റിപ്പോയിന്നോ ആയിരുന്നു. അവരെല്ലാവരും എഴുന്നേറ്റു എന്ന് എന്നെ മരണാസന്നനാവുന്നതുവരെ അടിച്ചു അല്ലെങ്കിൽ ഇടിച്ചു.
അതായത് വീണ് കയ്യാണ്ട് കിടക്കുന്ന അവസ്ഥ വരെ. അൽ അബ്ബാസ് എന്നെ കണ്ടു, അദ്ദേഹം എൻ്റെ മേളിലേക്ക് വന്ന് വീണു എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം, നിങ്ങൾ ഗിഫാർ ഗോത്രത്തിൽ നിന്നുള്ള ഒരാളെയാണോ കൊല്ലാൻ നോക്കുന്നത്? നിങ്ങളുടെ സകല കത്തിടപാടുകൾ, അന്നത്തെ വാർത്താവിനിമയ സംവിധാനങ്ങൾ എല്ലാം, പിന്നെ നിങ്ങളുടെ എല്ലാ കച്ചവട മാർഗങ്ങളും റിഫാറിലൂടെ ആണ്, അല്ലെങ്കിൽ റിഫാറിൻ്റെ സ്ഥലത്തുകൂടെയാണ്. അപ്പോൾ ഷാമിലേക്ക് പോകാൻ വരികയൊക്കെ ചെയ്യുന്നത് ഇവരുടെ സ്ഥലത്തെ കൂടെയായിരുന്നു. റിഫാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ കൊള്ളക്കാരായിരുന്നു. അപ്പോൾ ആളുകളെ പിടിച്ചു പറിക്കുക, ഈ കച്ചവടക്കാരെ പോകുമ്പോൾ അതിനകത്ത് നിന്ന് പങ്ക് മേടിക്കുക, അല്ലെങ്കിൽ മൊത്തം പിടിച്ചു പറിക്കുക, ഇതാണ് അവരുടെ പരിപാടി. അപ്പോൾ അതിൽ കൂടെ പോകാൻ വരികയും ചെയ്യുന്നവർ റിഫാറിനെ പൊതുവെ അറബികൾ ഭയന്നിരുന്നു. കാരണം നല്ല കൊള്ളക്കാരായിരുന്നു. അതായത് സംഘടിത കൊള്ളക്കാർ, അല്ലെങ്കിൽ ആസൂത്രിതമായി കൊള്ള നടത്തുന്ന ടീമായിരുന്നു അവർ. അപ്പോൾ അവർ എന്നെ വിട്ട് പോയി. പിറ്റേ ദിവസവും ഞാൻ പള്ളിയിലേക്ക് തിരിച്ചു പോയി. എന്നിട്ട് ഇതേ കാര്യം തന്നെ അവരോട് പറഞ്ഞു, മുമ്പ് പറഞ്ഞതുപോലെ. അവർ വീണ്ടും പറഞ്ഞു, ആ സബീനെ പിടിക്കൂ, അതായത് ആ വഴി തെറ്റിയവനെ. എന്നെ അവർ തലേ ദിവസം ചെയ്തതുപോലെ തന്നെ ചെയ്തു, അതായത് നന്നായി കൈകാര്യം ചെയ്തു. അപ്പോഴേക്കും അൽ അബ്ബാസ് എന്നെ കണ്ടു, എൻ്റെ മുകളിലേക്ക് അദ്ദേഹം വന്ന് വീണു എന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അവരോട് തലേ ദിവസം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. ഇതായിരുന്നു അബൂദറിൻ്റെ ഇസ്ലാം സ്വീകരണം, അല്ലെങ്കിൽ ആശ്ലേഷണം. അള്ളാഹു അദ്ദേഹത്തിനോട് കരുണ കാണിക്കട്ടെ. അബൂദർ അൽ ഗിഫാരി എന്ന് പറയുന്ന സഹാബി അവരെ ഗോത്രം ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇസ്ലാമിന് മുമ്പ് തന്നെ അതിൽ നിന്ന് കഴിയുന്ന വിട്ടുവെക്കുക ചെയ്യുന്ന ഒരാളായിരുന്നു. ഹദ്ദസനി അബൂ ജംറത്ത ഖാല ഖാല ലനാ ഇബ്നു അബ്ബാസിൻ അലാ ഉഖ്ബിറുക്കും ബി ഇസ്ലാമി അബീ ദർരിൻ ഖാല ഖുൽന ബലാ ഖാല ഖാല അബൂ ദർരിൻ കുൻതു റജുലൻ മിൻ ഗിഫാരിൻ ഫബലഗനാ അന്ന റജുലൻ ഖദ് ഖറജ ബിമക്കത യസ്ഉമു അന്നഹു നബിയ്യുൻ فقلت لأخي انطلق إلى هذا الرجل كلمه وأتني بخبره فانطلق فلقيه ثم رجع فقلت ما عندك فقال والله لقد رأيت رجلا يأمر بالخير وينهى عن الشر فقلت له لم تشفني من الخبر فأخذت جرابا بعصا ثم أقبلت إلى مكة فجعلت لأعرفه وأكره أن أسأل عنه وأشرب من ماء زمزم وأكون في المسجد قال فمر بي علي فقال كأن الرجل غريب قال قلت نعم قال فانطلق إلى المنزل قال فانطلقت معه لا يسألني عن شيء ولا أخبره فلما أصبحت غدوت إلى المسجد أسأل عنه وليس أحد يخبرني عنه بشيء قال فمر بي علي فقال أما نال للرجل يعرف منزله بعد قال قلت لا قال انطلق معي قال فقال ما أمرك وما أقدمك هذه البلدة قال قلت له إن كتمت علي أخبرتك قال فإني أفعل قال قلت له بلغنا أنه قد خرج ها هنا رجل يزعم أنه نبي فأرسلت أخي ليكلمه فرجع ولم يشفني من الخير فأردت أن ألقاه فقال له أما إنك قد رشدت هذا وجهي إليه فاتبعني ادخل حيث أدخل فإني إن رأيت أحدا أخاف عليك قمت إلى الخائط كأني أصلح نالي وامضي أنت فمضى ومضيت معه حتى دخل ودخلت معه على النبي صلى الله عليه وسلم فقلت له اعرض علي الإسلام فعرضه فأسلمت مكاني فقال لي يا أبا ذر كنتم هذا الأمر وارجع إلى بلدك فإذا بلغك ظهورنا فأقبل فقلت والذي بعثك بالحق لأصرخن به بين أظهرهم فجاء إلى المسجد وقريش فيه فقال يا معشر قريش قوموا إلى هذا السابي فقاموا فضربت الموت فأدركني العباس فأكب علي ثم أقبل عليهم فقال ويلكم تقتلون رجلا من غفار ومتجركم وممركم على غفار فأقلعوا عني فلما أن أصبحت الغداء رجعت فقلت مثل ما قلت
بالأمس فقالوا قوموا إلى هذا الصابئ فصنع مثل ما صنع بالأمس وأدركني العباس فكب علي وقال مثل مقالته بالأمس قال فكان هذا أول إسلام أبي ذر رحمه الله. അള്ളാഹു അഅലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.